ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ ഓൾ ഇന്ത്യ കൗൺസിലിംഗിന്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. രജിസ്ട്രേഷൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്ന് തൊട്ട് ഒരു ടൈം ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് തന്നെ ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല കേട്ടോ. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി. സോ രജിസ്ട്രേഷന് ശേഷം പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് ചെയ്യണം നിങ്ങൾ. പേയ്മെന്റും കഴിഞ്ഞതിന് ശേഷമാണ് ചോയ്സ് ഫില്ലിംഗ്. അതായത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, ദെൻ ലോക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളത്തോടെയാണ്. ഇന്നപ്പോൾ ചോയ്സ് ഫില്ലിംഗ് ഉണ്ടാവില്ല. നാളെ തൊട്ട് രജിസ്ട്രേഷനും പേയ്മെന്റും നടത്തിയവർക്ക് ചോയ്സ് ഫില്ലിംഗിലേക്ക് കടക്കാം. എന്താണ് ചോയ്സ് ഫില്ലിംഗ് എന്നുള്ള ബേസിക് ഐഡിയ മുൻ വർഷങ്ങളിലെ വെച്ച് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം യെറ്റ് ചോയ്സ് ഫില്ലിംഗ് വന്നിട്ടില്ല. വരുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് വേണം. ആ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ചോയ്സ് ഫില്ലിംഗിലേക്ക് കടക്കാം. അപ്പൊ ഇപ്പൊ ചോയ്സ് ഫില്ലിംഗ് വന്നിട്ടില്ല, ഇത് മുൻ വർഷത്തെയാണ്. ചോയ്സ് ഫില്ലിംഗ് ന്യൂ എന്ന് പേയ്മെന്റിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ടോട്ടൽ ആയിട്ടുള്ള അവൈലബിൾ ചോയ്സസ് ഇവിടെ കാണാം. എന്ന് വെച്ചാൽ എത്ര ചോയ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ ഒട്ടാകെ 300-ലധികം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടുത്തെ 15% MBBSന്റെയും BDSന്റെയും സീറ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാം. 20ഓളം വരുന്ന എയിംസ് കോളേജുകളുടെ സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. ജിപ്മർ കോളേജുകളുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഡീംഡ് കോളേജസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഡീംഡ് കൊടുക്കാൻ പറ്റുന്നത് പേയ്മെന്റ് നടത്തുമ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് 2 lakhs-ഓളം റുപ്പീസ് രജിസ്ട്രേഷൻ ഫീ അടച്ച കുട്ടികൾക്ക് മാത്രമേ ഡീംഡ് കൊടുക്കാനായിട്ട് പറ്റൂ. പ്രൈവറ്റ് കോളേജുകളാണ്. യെസ്, അപ്പോൾ ഇതല്ല നമ്പർ, ഇത് കഴിഞ്ഞ വർഷത്തെ നമ്പറാണ്. ഈ വർഷത്തെ ചോയ്സ് ഫില്ലിംഗ് നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ആവുക. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഹോം പേജിൽ. അപ്പോൾ നമ്മൾ ചോയ്സ് ഫില്ലിംഗിലേക്ക് കടക്കാണ്. മൊത്തത്തിൽ എനിക്കൊരു സ്ലൈഡായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പകുതിയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഹോം പേജിൽ ഇങ്ങനെ ചോയ്സ് ഫില്ലിംഗ് ഇവിടെ നിങ്ങൾ കണ്ടോ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒട്ടാകെ വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റ് വേണമെങ്കിൽ 15% MBBS BDS സീറ്റുകൾ ആ കോളേജ് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ താഴെ വരുന്നുണ്ട് എയിംസ് കോളേജുകൾ മാത്രം. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എയിംസ് കോളേജുകൾ മാത്രം കണ്ടാൽ മതിയെങ്കിൽ നിങ്ങൾ ഇവിടെ എയിംസ് ക്ലിക്ക് ചെയ്യുക. ഇനി ഡീംഡ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അമൃത പോലത്തെ ഡീംഡ് കോളേജുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പിക്ക് ചെയ്യേണ്ടവര് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള കോളേജുകൾ മാത്രമായിരിക്കും വരിക. ഇനി ജിപ്മർ വേണ്ടവർ ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ജിപ്മർ ആയിരിക്കും കാണിക്കുക. ജിപ്മറിന്റെ MBBS സീറ്റുകളൊക്കെ ആയിരിക്കും കാണിക്കുക. ക്ലിയർ അല്ലേ? അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾക്കറിയാം, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് പ്രകാരം ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും 15% സീറ്റ്, അതേപോലെ എയിംസ് കോളേജുകളുടെ സീറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സീറ്റ്, ജിപ്മർ ക്യാമ്പസുകളിലേക്കുള്ള സീറ്റ്, ഇതിനെല്ലാം അലോട്ട്മെന്റ് നടക്കുക ഒരേ ഒരു ഈ കാണുന്ന സെയിം സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കും. യെസ്, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഈസി ആയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി അത് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കാണാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വേഗം കാണാം. കാരണം അത്രയും സീറ്റുകളുണ്ട് അല്ലെ, അത്രയും ചോയ്സിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോട്ടയം ആയിരിക്കും വേണ്ടത്, കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരിക്കും വേണ്ടത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കോട്ടയം ആ ഒരു കോളേജ് സ്പെസിഫിക് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി പ്രോഗ്രാം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പ്രോഗ്രാം ഒന്നുമില്ല. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് MBBS എന്നും BDS എന്നും BSc നഴ്സിംഗ് എന്നും കാണാം. അതിൽ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്? അല്ല എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞായിരിക്കില്ലേ വരിക. അത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പ്രോഗ്രാം ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഏത് വേണം, ഓൾ ഇന്ത്യയുടെ സീറ്റുകളുള്ള കോളേജ് വേണോ, എയിംസ് വേണോ, ജിപ്മർ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്തു. സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടാൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്തു. പ്രോഗ്രാം എന്ന് പറയുന്നത് MBBS ആണോ, BDS ആണോ, BSc നഴ്സിംഗ് ആണോ എന്നുള്ളത് അതും സെലക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ ആ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ആ ഒരു പേജ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാണിക്കാം. ഇതുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പില് ഇവിടെ കിടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. MBBS കോഴ്സ്, MBBS BDS MBBS മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് ആ കോഴ്സ് MBBS പ്രോഗ്രാം MBBS മാത്രം സെലക്ട് ചെയ്താൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കില്ല വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചോയ്സുകളും ഇവിടെ ആയിരിക്കും വരിക.
ഓക്കെ, യെസ്. ഇനി ഞാനാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഇത് സെലക്ട് ചെയ്യാം, എൻ്റെ ചോയ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹം എന്ന് പറയുന്നത് എയിംസ് ഡൽഹിയാണ്. ഓക്കെ, മിസ്സിൻ്റെ ചോയ്സ് ആണ്, നിങ്ങളുടെ ചോയ്സ് ഇതായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. യെസ്, അപ്പോൾ എൻ്റെ പ്രയോറിറ്റി നമ്പർ 1 ഇസ് എയിംസ് ഡൽഹി. ഓക്കെ, എയിംസ് ഡൽഹിയാണ് എനിക്കിഷ്ടം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അത് എവിടുന്ന സെലക്ട് ചെയ്തത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിൽ ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കൊടുത്തു. അപ്പൊ എനിക്കിവിടെ എയിംസിന്റെ ക്യാമ്പസുകൾ മാത്രമാണ്. നോക്ക്, ഞാൻ എയിംസ് കൊടുത്തത് കൊണ്ട് എനിക്കിവിടെ എയിംസിന്റെ ക്യാമ്പസുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതേപോലെ എനിക്ക് MBBS ആണ് വേണ്ടത്. ഓക്കെ, എനിക്ക് BDS പ്രയോറിറ്റി കുറവാണ്, എനിക്ക് MBBS പ്രയോറിറ്റി കൂടുതൽ. ഓരോരുത്തരുടെയും പ്രയോറിറ്റി മാറാം. MBBS BDS ഏത് കോഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ? BSc നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓക്കെ, ഞാൻ ആദ്യം കോഴ്സ് സെലക്ട് ചെയ്തത്, പ്രോഗ്രാം സെലക്ട് ചെയ്തത് ഇവിടെ എന്താണ്? MBBS ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇവിടെ MBBS മാത്രമേ വന്നിട്ടുള്ളൂ. MBBS. ക്ലിയർ അല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പ്രയോറിറ്റി നമ്പർ 1 വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്തെടുത്തു? എയിംസ് ഡൽഹി, അവിടെ MBBS ആണ് എനിക്ക് വേണ്ടത്. ഓപ്പൺ സീറ്റ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്നും നിങ്ങൾ എന്താണ് ഓപ്പൺ സീറ്റ്, ഓൾ ഇന്ത്യ കോട്ട എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഓപ്പൺ സീറ്റ് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓൾ ഇന്ത്യ കോട്ട സീറ്റ് എന്ന് പറയുമ്പോൾ 15% സീറ്റുകൾ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള സീറ്റുകൾ അതാത് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ട സീറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ സീറ്റുകളുള്ള ക്യാമ്പസുകളുണ്ട്. യെസ്, അപ്പോൾ ഓപ്പൺ കോട്ട സീറ്റുകളാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ എന്ത് ക്ലിക്ക് ചെയ്യണം? ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഒന്നുമില്ല, ഈസി പ്രോസസ്സാണ്. അപ്പൊ എനിക്ക് ആദ്യം വേണ്ടത് ഏതാ? എയിംസ് ഡൽഹിയാണ്. എയിംസ് ഡൽഹിയിൽ MBBS ആണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ ആഡിൽ ക്ലിക്ക് ചെയ്തു. ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലായിട്ട്, ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ പേജ് ഉള്ളത്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതേ പേജിന്റെ റൈറ്റ് സൈഡിൽ മക്കൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എന്താ ഇത്? ഫിൽഡ് ചോയ്സസ്. നമ്മൾ ഫില്ല് ചെയ്ത ചോയ്സിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുക. മിസ് ഒരു ചോയ്സ് എടുത്തിട്ടുള്ളൂ, ഏതാ? എയിംസ് ഡൽഹി. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിമിന്റെ അവിടെ ഏതാണ് ഞാൻ ജസ്റ്റ് ആഡിൽ ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആഡിൽ ക്ലിക്ക് ചെയ്തു, ഇതിങ്ങനെ നേരെ വന്നു, അവർ തന്നെ ഇട്ടോളൂ. യെസ്, അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്? എയിംസ് ഡൽഹിയാണ് എൻ്റെ പ്രയോറിറ്റി നമ്പർ 1. അതിൽ ഏതാ ഞാൻ സെലക്ട് ചെയ്തത്? MBBS ആണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓപ്പൺ കോട്ടയാണ്. ചോയ്സ് നമ്പർ 1 ആണ്. എൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ എയിംസ് ഡൽഹിയാണ്. ഓക്കെ, ആൻഡ് ഇത് വേണമെങ്കിൽ കുറെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ എയിംസ് ഡൽഹി അല്ല വേറെയാണ് എന്തെന്ന് തോന്നിയാൽ റിമൂവ് ചെയ്യാം. ഇനി അപ്പും ഡൗണും ഒക്കെ ഉണ്ട്. ഈ ഓപ്ഷനെ താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഡൗൺ യൂസ് ചെയ്യാം. അപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ വെച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ് വെച്ചത്. ഓക്കെ, അത് ഒന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്പ് ചെയ്താൽ മതി. യെസ്, അതാണ് അപ്പ് ഡൗൺ റിമൂവ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ്. റിമൂവ് ചെയ്യാം, അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. യെസ്, അപ്പോൾ മിസ്സിന്റെ പ്രയോറിറ്റി നമ്പർ 1 ഇതാണ്. ഓക്കെ, അടുത്തത് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. എനിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് പഠിക്കണം. യെസ്, രണ്ടാമത്തെ എൻ്റെ ഓപ്ഷൻ ട്രിവാൻഡ്രം ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ഈസി ആയിട്ട് കിട്ടാൻ ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഈസി ആയിട്ട് ട്രിവാൻഡ്രം കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അതേ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടത് ഭാഗത്ത് എന്ത് കാണും? ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് കാണും, ഇൻസ്റ്റിറ്റ്യൂട്ട് കാണും, പ്രോഗ്രാം കാണും. ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതിലാണ് ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും 15% സീറ്റുള്ള കോളേജുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിനുള്ളിലായിരിക്കും, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അതിനുള്ളിലായിരിക്കും, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അതിനുള്ളിലായിരിക്കും, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒക്കെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ അതിൻ്റെ ഉള്ളിലായിരിക്കും. സോ ഞാൻ അത് ക്ലിക്ക് ചെയ്തു. ഇനി പെർട്ടിക്കുലർ എനിക്ക് കോട്ടയം തന്നെ വേണം. അപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം എന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ, അടിച്ചു കൊടുത്ത സമയത്ത് എനിക്ക് എന്ത് വന്നു? കറക്റ്റായിട്ട് ആ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ അധികം കോളേജസ് വന്നു. ക്ലിയർ അല്ലേ? യെസ്, ഇതിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ട, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന ടൈപ്പ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കോളേജസും ഇവിടെ വരും. യെസ്, അപ്പോൾ മിസ്സിന്റെ പ്രയോറിറ്റി നമ്പർ 2 എന്താ? പ്രയോറിറ്റി നമ്പർ 2 എന്ന് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണ്. അവിടെ MBBS ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കോട്ടയാ? ഓൾ ഇന്ത്യ കോട്ടയാ.
ഓപ്പൺ അല്ലാത്തത് എന്തുകൊണ്ടാ? ഇവിടുത്തെ 15% സീറ്റുകളുടെ അലോട്ട്മെന്റ് ഇവിടെ ഇതുവഴി നടക്കുക. ബാക്കി 85% കേരളത്തിന്റെ കൗൺസിലിംഗ് പ്രകാരമാണ് നടക്കുന്നത്. അതാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ജസ്റ്റ് ഈ ആഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രയോറിറ്റി നമ്പർ 2 ആയിട്ട്, ഇത് നമ്മൾ എഴുതി കൊടുക്കുന്നു വേണ്ട കേട്ടോ. യെസ്, പ്രയോറിറ്റി നമ്പർ 2 ആയിട്ട് എന്ത് വരും? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വരും. ഇവിടെ ഇങ്ങനെ വരും, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം എന്ന് വരും. പ്രോഗ്രാമിന്റെ താഴെ MBBS എന്നായിരിക്കും വരിക, കാരണം ഞാൻ MBBS ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സീറ്റ് കോട്ട, ഇവിടെ ഏത് കോട്ട വഴിയാ? ഓൾ ഇന്ത്യ വഴിയാ, ഓൾ ഇന്ത്യ കോട്ട വഴിയാ. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ ചോയ്സ് ഫില്ലിംഗ് ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ചിരുന്നെങ്കിൽ മിസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് കാണിച്ച് തരാമായിരുന്നു നിങ്ങൾക്ക്. യെസ്, ആൻഡ് അതെന്റെ ചോയ്സ് നമ്പർ 2 ആണ്. 1 എന്താ? എയിംസ് ഡൽഹിയാ. 2 എന്താ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാ, അവിടുത്തെ MBBSന്റെ സീറ്റാ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇങ്ങനെ ഏത് കോളേജ് വേണമെങ്കിലും. ഇനി നിങ്ങൾക്ക് തൃശ്ശൂർ ആണ് നിങ്ങളുടെ 3ാമത്തെ പ്രയോറിറ്റി എങ്കിൽ ആഡ് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ എന്ന് വരും, MBBS വരും, ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്, ആൻഡ് പ്രയോറിറ്റി നമ്പർ 3. അപ്പൊ നിങ്ങളെ ആദ്യം പരിഗണിക്കുക എങ്ങോട്ടേക്കാ? ഇങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങളെ പരിഗണിക്കുക എയിംസ് ഡൽഹിയിലേക്കാ. എയിംസ് ഡൽഹിയിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കും. അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ എങ്ങോട്ടേക്ക് പരിഗണിക്കും? ട്രിവാൻഡ്രത്തേക്ക് പരിഗണിക്കും. അവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ എങ്ങോട്ടേക്ക് പരിഗണിക്കും? തൃശ്ശൂരേക്ക് പരിഗണിക്കും. ഞാൻ വെറുതെ ജസ്റ്റ് എക്സാമ്പിൾ തന്നതാ. ചില ആളുകൾ പ്രയോറിറ്റി ഓർഡർ പലതിൻ്റെയും ബേസിലാണ്. കേരളത്തിലുള്ള എല്ലാ കോളേജുകളും ആയിരിക്കും ആദ്യം കൊടുക്കുക, അതിനുശേഷം വേറെ കോളേജുകളായിരിക്കും. ചിലർ എയിംസിൽ പഠിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാ, അവർ എയിംസിന്റെ 20 ക്യാമ്പസും ആയിരിക്കും ആദ്യം വെക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എല്ലാം തന്നെ BDS ആണ്. BDS നിങ്ങൾക്ക് പ്രയോറിറ്റി ആണെങ്കിൽ മാത്രമേ കോഴ്സ് BDS സെലക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ എല്ലായിടത്തും MBBS സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം BDS ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. പ്രയോറിറ്റി ലിസ്റ്റാണിത്. ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം ആദ്യം കൊടുക്കുക. MBBSും BDSും അതേപോലെ BSc നഴ്സിംഗും ഒരേ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം MBBS ആണ് നിങ്ങൾക്ക് പോകാൻ ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ MBBS മതി. ഇത് കിട്ടുന്നില്ലെങ്കിൽ, വേറെ പോകുന്നില്ലെങ്കിൽ MBBS മാത്രം വെക്കുക. ഇനി BDS കിട്ടിയാലും BDS ഇഷ്ടമാണ്, ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ MBBS പ്രയോറിറ്റി എങ്കിൽ അത് കൊടുക്കുക. BDS ആണ് പ്രയോറിറ്റി എങ്കിൽ അത് കൊടുക്കുക. BSc നഴ്സിംഗ് പ്രയോറിറ്റി ആയിട്ടുള്ളത് ആളുകൾ അത് കൊടുക്കുക. യെസ്, ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഇനി ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആയതിനു ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ഇഷ്ടമുള്ള കോഴ്സും കോമ്പിനേഷനും ഒക്കെ ആദ്യം തന്നെ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുക. കാരണം ആ ഒരു ഓർഡറിലായിരിക്കും ഇത് കണ്ടോ, നമ്മുടെ ചോയ്സ് നമ്പറിന് അനുസരിച്ചായിരിക്കും നമ്മളെ അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുക. ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ഏറ്റവും ആദ്യം വെക്കുക, ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഏറ്റവും ആദ്യം വെക്കുക. ചില ആൾക്കാർ MBBS മാത്രം വെക്കും, ചില ആൾക്കാർ MBBS മുഴുവൻ വെച്ചിട്ട് അതിനുശേഷം BDS വെക്കും, ചില ആൾക്കാർ BDS ആദ്യം വെക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ എന്താ പഠിക്കേണ്ടതെന്നുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോയ്സ് നൽകുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.